ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വർഷാസ് ലെക്ചർ ക്ലാസ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോർ കോൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ്, ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ്, ഈ ടോപ്പിക്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഫിലോസഫീസ് ആണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, അതോടുകൂടി ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കോളും. സോ ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫിലോസഫീസ് എന്ന് വെച്ചാൽ എന്താണ്? വേ ഓഫ് തിങ്കിങ് ബിസിനസ് ഐഡിയ, അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മാർക്കറ്റിംഗ് ഫിലോസഫീസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ മാർക്കറ്റിംഗ് കോൺസെപ്റ്റും മാർക്കറ്റിംഗ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു പർട്ടിക്കുലർ അപ്രോച്ച് ആയിരിക്കും. ഓക്കെ, സോ അപ്പം നമുക്ക് ഫസ്റ്റ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്. പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ലോ കോസ്റ്റ് പെർ യൂണിറ്റിൽ ചെയ്യാൻ പറ്റുന്നതിനെയാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ ലാർജ് സ്കെയിലുള്ള പ്രൊഡക്ഷൻ ചെയ്യുകയാണ്, പക്ഷെ അതിൻ്റെ പെർ യൂണിറ്റിന് ലോ കോസ്റ്റ് ആയിരിക്കും. അതായത് ആ ഒരു പെർ യൂണിറ്റിന് ഫുൾ പ്രൊഡക്ഷൻ, ടോട്ടൽ പ്രൊഡക്ഷൻ്റെ കാര്യമല്ല പറഞ്ഞത്, ആ ഒരു പെർ യൂണിറ്റിന് ലോ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ലോ കോസ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നതിനാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നത് ലോ പ്രൈസിനായിരിക്കും. അപ്പോൾ ലോ പ്രൈസിന് സെല്ല് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? സെയിൽസ് നല്ലപോലെ നടക്കും അല്ലേ? ഓക്കെ, അപ്പോൾ അതായത് മാസ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നു. അതാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റിനകത്ത് വരുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? സോ അതാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്രോഡക്റ്റ് കോൺസെപ്റ്റ്. പ്രോഡക്റ്റ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റേഴ്സിന് അത് ലോ പ്രൈസിൽ വിൽക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ സെയിൽസും നല്ലതുപോലെ നടക്കുന്നുണ്ട്. അതാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് എന്താണ്? പ്രോഡക്റ്റ് കോൺസെപ്റ്റിനകത്ത് വരുന്നത് ഹൈ ക്വാളിറ്റി ആണ്. ഇവിടെ വരുന്നത് ലോ കോസ്റ്റ്. ഓക്കെ, അതായത് പ്രോഡക്റ്റ് കോൺസെപ്റ്റിനകത്ത് ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റേഴ്സിന് അത് പെട്ടെന്ന് തന്നെ സെല്ല് ചെയ്യാൻ പറ്റുന്നു, ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് തന്നെ. കാരണം എന്താണ്? കസ്റ്റമേഴ്സ് എപ്പോഴും നോക്കുന്നത് എന്താണ്? ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണല്ലേ നോക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ടെലിവിഷൻ മേടിക്കാൻ പോകുന്നു. അതപ്പോൾ ടെലിവിഷൻ മേടിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ LG എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അപ്പം നമ്മൾ പറയുന്നത് LG മതി, കാരണം അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് അറിയാം. അപ്പം അത് നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് LG നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ നമുക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലേ. ഓക്കെ, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്, ഡിഫക്റ്റ് ഒന്നും ആവത്തില്ല, അങ്ങനെയുള്ള ഒരു ഉറപ്പിൽ നമ്മൾ എന്താണ് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ക്വാളിറ്റിക്കാണ് എംബസൈസ് കൊടുക്കുന്നത്. കൂടുതൽ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സിനാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം എന്താണ്? കസ്റ്റമേഴ്സ് എപ്പോഴും നോക്കുന്നത് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കും. അതുപോലെ പ്രോഡക്റ്റ് കോൺസെപ്റ്റിന്റെ മാർക്കറ്റിംഗ് സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കണ്ടിന്യൂസ് പ്രോഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ പ്രോഡക്റ്റ് ക്വാളിറ്റിയിലാണ്. ഓക്കെ, അതായത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നത്, അതുപോലെ പ്രോഡക്റ്റ് ക്വാളിറ്റിയുടെ ഇംപ്രൂവ്മെന്റ് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ മാർക്കറ്റിംഗ് സക്സസ് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പോൾ അതാണ് പ്രോഡക്റ്റ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ. അതായത് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. കാരണം കസ്റ്റമേഴ്സ് എപ്പോഴും നോക്കുന്നത് എന്താണ്? ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റ് നോക്കാം. തേർഡ് വൺ ഈസ് സെല്ലിംഗ് കോൺസെപ്റ്റ്. സെല്ലിംഗ് കോൺസെപ്റ്റിനകത്ത് നമ്മൾ എന്താ നോക്കുന്നത്? സെല്ലിംഗ് കോൺസെപ്റ്റിനകത്ത് പറയുന്നത് ഇവിടെ എന്തായിരുന്നു? ലോ കോസ്റ്റ് ആയിരുന്നു അല്ലേ? ഇവിടെ ഹൈ ക്വാളിറ്റി. അപ്പോൾ ഈ ലോ കോസ്റ്റും ഹൈ ക്വാളിറ്റിയും കൊണ്ട് മാത്രം പ്രോഡക്റ്റ്സ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സെല്ലിംഗ് കോൺസെപ്റ്റ് പറയുന്നത്. പിന്നെ എന്താണ് നോക്കുന്നത്? സെല്ലിംഗ് എഫേർട്സ്. ഓക്കെ, അതായത് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു ലോ കോസ്റ്റിൽ നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നു. പ്രൊഡക്റ്റ് കോൺസെപ്റ്റിനകത്ത് നമ്മൾ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഓഫർ ചെയ്യുന്നത്. പക്ഷേ ഈ ക്വാളിറ്റി പ്രൊഡക്ട്സും അതുപോലെ തന്നെ ലോ കോസ്റ്റും കൊണ്ട് മാത്രം നമുക്ക് ആ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. സെല്ലിംഗ് എഫേർട്സും കൂടെ നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റത്തുള്ളൂ? പ്രോഡക്ട്സ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ
സെല്ലിങ്ങിനകത്ത് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് സെല്ലിംഗ് എഫേർട്സിലായിരിക്കും. അതായത് ഇപ്പോൾ കസ്റ്റമേഴ്സ് ഒന്നും ചില കസ്റ്റമേഴ്സ് സ്വന്തമായിട്ട് പോയി മേടിക്കണമെന്ന് അവർ ഡിസൈഡ് ചെയ്തില്ല. അവരെ നമ്മൾ പെർസ്വേഡ് ചെയ്യണം. അവർക്ക് തോന്നണം നമ്മൾ ഇന്ന പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പം ലൈഫ് ഇൻഷുറൻസ്. ഓക്കെ, അപ്പം എല്ലാ കസ്റ്റമേഴ്സും ഒന്നും ഓക്കെ അത് പോയി എടുത്തേക്കാം എന്ന് വിചാരിക്കത്തില്ല. അപ്പോൾ പകരം ഒരു ഏജന്റ് വന്നിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യണം. ഇന്ന കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇന്ന സെക്യൂരിറ്റി കിട്ടും, അത് കിട്ടും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരെ നമ്മൾ പെർസ്വേഡ് ചെയ്യണം അത് പർച്ചേസ് ചെയ്യാനുണ്ട്, ആ പോളിസി എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അല്ലെങ്കിൽ ഇപ്പം വാക്വം ക്ലീനർ, ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സ്, ഇതുപോലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിനെ പെർസ്വേഡ് ചെയ്താലേ അവർ വാങ്ങിക്കത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഒന്നും അവർക്ക് തോന്നി അവർ പോയി മേടിക്കത്തില്ല. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനാണ് സെല്ലിംഗ് എഫേർട്സ് നമ്മൾ എടുത്തേ പറ്റത്തുള്ളൂ. അതായത് ഇപ്പം പ്രൊമോഷൻ, പബ്ലിസിറ്റി, സെല്ലിംഗ് എഫേർട്സ്, ഇതിലൂടെയൊക്കെ മാത്രമേ നമുക്ക് പ്രോഡക്ട്സ് സെല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് സെല്ലിംഗ് കോൺസെപ്റ്റിനകത്ത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്തായിരിക്കും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഫസ്റ്റ് ക്ലാസ് തൊട്ടേ ഡിസ്കസ് ചെയ്യുന്നതാണ്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റിനെ നമ്മൾ പറയുന്നത് കൺസ്യൂമർ ഓറിയന്റഡ് കോൺസെപ്റ്റ് എന്നാണ്. കൺസ്യൂമർ ഓറിയന്റഡ് കോൺസെപ്റ്റ് എന്നാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിനെ നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, കൺസ്യൂമേഴ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അതായത് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രൊഡക്ട്സും സർവീസസും ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അതായത് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രൊഡക്ട്സും സർവീസസും ആണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ് തൊട്ടേ പറയുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, കൺസ്യൂമേഴ്സിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷന്. ഓക്കെ, അപ്പം അവർക്ക് ആ ഒരു ഗുഡ്സ് സെല് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും, കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റ് നോക്കാം. സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഓക്കെ, സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ നമ്മൾ നോക്കുന്നത് വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ആണ്. വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിയുടെ വെൽഫെയർ ആണ് സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ എയിം ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവിടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പകരം സൊസൈറ്റിയുടെ വെൽഫെയറിനാണ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയുടെ വെൽഫെയറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഡക്ട്സും സർവീസസും ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, എനർജി കൺസർവേഷൻ, ഇങ്ങനെയുള്ള സോഷ്യൽ കോസസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ സൊസൈറ്റിയൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് നോക്കത്തുള്ളൂ. കാരണം ഇവർക്ക് വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി ഒരു മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് കൂടെ ഉണ്ട്, അതാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഓക്കെ, ഇതൊരു ന്യൂ മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഇതിനകത്തെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിംഗ് ചാലഞ്ചസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതായത് ഒരു മാർക്കറ്റിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ടോട്ടൽ അപ്രോച്ചാണ് എന്ത് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിത്രയാണ് നമ്മുടെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫിലോസഫീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹോളിസ്റ്റിക് മാർക്കറ്റ് എന്താണെന്ന്, ന്യൂ മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആണ്. അതായത് എന്താണ്, ആ ഒരു മാർക്കറ്റിംഗ് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ടോട്ടൽ അപ്രോച്ചാണ് അതിനകത്ത് അവർ ചെയ്യുന്നത്, അപ്പോൾ ഈ മാർക്കറ്റിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി. ഈ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിനകത്ത് കുറച്ച് കമ്പോണൻസ് ഉണ്ട്, നമുക്ക് അതും കൂടെ നോക്കാം. ഓക്കെ, കമ്പോണൻസിന്റെ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് 1 minute. ഇതെല്ലാം കൂടെ എഴുതാനുള്ള ഒരു സ്പേസ് ഈ ബോർഡിൽ ഇല്ല എന്നുള്ളതാണ് റഫ് ചെയ്യുന്നത്. സോ അപ്പം ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിന്റെ കമ്പോണൻസ് നോക്കാം. ഫസ്റ്റ് ആണെന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ആണ്. എന്താണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ,
ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കസ്റ്റമേഴ്സ് എല്ലാം കുറച്ചും കൂടെ ഇൻഫോംഡ് ആണ്. അതായത് അവർക്ക് ആ പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ നല്ല അവെയർ ആണ്, അവർക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിലൂടെ മാത്രമേ കസ്റ്റമേഴ്സിന്റെ ലോയൽറ്റി ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്തിനായിട്ടാണ്? കസ്റ്റമേഴ്സിന്റെ ലോയൽറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ബിൽഡ് കസ്റ്റമേഴ്സ് ലോയൽറ്റി. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ആ ഒരു കസ്റ്റമേഴ്സിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. ഇന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആണ്, ഓക്കെ, ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യും, അതിനകത്ത് പ്രത്യേകിച്ച് ഡിഫക്ട്സ് ഒന്നും വരത്തില്ല. അങ്ങനെ കസ്റ്റമേഴ്സിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ അവർ സ്ഥിരമായിട്ട് ആ ഒരു കമ്പനിയുടെ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തത്. കാരണം കസ്റ്റമേഴ്സിനൊക്കെ ഇപ്പോൾ പ്രോഡക്ട്സിനെ കുറിച്ച് കുറച്ചും കൂടെ അവെയർ ആയതുകൊണ്ട് അവർക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്. അപ്പോൾ അവർ തീരുമാനിക്കുക എവിടുന്ന് പർച്ചേസ് ചെയ്യണം. അപ്പോൾ കസ്റ്റമേഴ്സിൽ ആ ഒരു ലോയൽറ്റി ബിൽഡ് ചെയ്താൽ മാത്രമേ അവർ ഇന്ന കമ്പനിയുടെ പ്രോഡക്ട്സിന് സ്ഥിരമായിട്ട് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിന്റെ ഫസ്റ്റ് കമ്പോണന്റ് ആണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, കസ്റ്റമേഴ്സിന്റെ ലോയൽറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ ഈസ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്. ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ എല്ലാ ഓർഗനൈസേഷന്റെയും മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് സെയിൽസ് മാക്സിമൈസേഷൻ ആണ് മിക്ക ഓർഗനൈസേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഫോളോ ചെയ്യണം? ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് അപ്രോച്ച് വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. അതായത് പ്രൊഡക്ഷൻ, ഫിനാൻസ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിനെ എല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വേണം പോവാൻ. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒബ്ജക്റ്റീവ്സ്, അതായത് എന്താണ് പ്രോഫിറ്റ് ആൻഡ് സെയിൽസ് മാക്സിമൈസേഷൻ, അത് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാവരും കൂടെ ഒന്നിപ്പിച്ച് വേണം, ഈ ഡിപ്പാർട്ട്മെന്റ്സിനെ എല്ലാം കൂടെ ഒന്നിപ്പിച്ച് വേണം കൊണ്ടുപോകാൻ. അതാണ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇന്റേണൽ മാർക്കറ്റിംഗ്. ഇന്റേണൽ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു ഫേമിന്റെ ഉള്ളിൽ തന്നെയുള്ള പല മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ ഇന്റേണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസും ആ ഫേമിന്റെ മിഷൻ എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുകൂടാതെ ഈ എംപ്ലോയീസുകൾ എല്ലാം തമ്മിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനും പറ്റത്തുള്ളൂ. അതാണ് ഇന്റേണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ്? ആ ഫാമിന്റെ ഒബ്ജക്റ്റീവ്സും മിഷനും എന്താണെന്ന് എംപ്ലോയീസ് എല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എംപ്ലോയീസുകൾ തമ്മിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ഡിസ്പ്യൂട്ട് ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഈ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോഡക്റ്റിന്റെ വാല്യൂ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനും പറ്റത്തുള്ളൂ. അതാണ് ഇന്റേണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഈസ് പെർഫോമൻസ് മാർക്കറ്റിംഗ്. പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ ഓഫ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോഗ്രാംസ്. ഓക്കെ, ഇവാലുവേഷൻ ഓഫ് ദ പെർഫോമൻസ് ഓഫ്, അതായത് ഈ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ആ കമ്പനി ചെയ്ത മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പ്രോഗ്രാംസിന്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള ഇവാലുവേഷനെയാണ് നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം പെർഫോമൻസ് മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഓർഗനൈസേഷൻ അവരുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിൽ സക്സീഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? അതായത് ഇപ്പം മെയിനായിട്ട് എന്തൊക്കെയാണ്? സെയിൽസ് മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസിന്റെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അത് അറ്റൈൻ ചെയ്യുന്നതിൽ അവർ സക്സീഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പെർഫോമൻസ് മാർക്കറ്റിങ്ങിലൂടെ അറിയാൻ പറ്റും. കാരണം നമ്മൾ അതിനെക്കുറിച്ച് പെർഫോമൻസിനെ കുറിച്ച് ഇവാലുവേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ വരുന്ന കമ്പോണൻസ്. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, കസ്റ്റമറുടെ ലോയൽറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി. ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താണ് കൊണ്ടുപോകാൻ. ഇന്റേണൽ മാർക്കറ്റിംഗ്, കോർഡിനേഷൻ ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇനി പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോഗ്രാംസ്.
ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫിലോസഫീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് പഠിച്ചു, അതായത് ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ലോ കോസ്റ്റിൽ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്, അതായത് ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ഓഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സെല്ലിംഗ് കോൺസെപ്റ്റ് ആണ്, അതായത് സെല്ലിംഗ് എഫേർട്സ് വേണം. നെക്സ്റ്റ് വൺ ഈസ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നോക്കുന്നത്. സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ആണ്. ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അതിനകത്ത് വരുന്ന കമ്പോണൻസ് ആണ് എന്തൊക്കെയാണ്? റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്, ഇന്റേണൽ മാർക്കറ്റിംഗ് ആൻഡ് പെർഫോമൻസ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇത്രയാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ റെസ്പോൺസ് എല്ലാം എന്നെ കമൻസിലൂടെ അറിയിക്കാം. താങ്ക് യു.